ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചുരിദാർ കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് അറിയാം, ഒരുമാതിരിയൊക്കെ നമ്മൾ മെഷീനിൽ തയ്ക്കും എന്നുള്ളവർക്കും ഒക്കെയും കട്ടിങ് അറിയാൻ പാടില്ലാത്ത എല്ലാ ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഈ മെത്തേഡിലൂടെ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. വളരെ കുറച്ച് സമയവും മതി ഇത് ചെയ്യാനേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും ഒന്ന് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ക്ലോത്ത് ഞാൻ ഇവിടെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം വിഡ്ത്ത് വൈസ് ഇവിടെ നിന്ന് കൃത്യം 2 ആയിട്ട് കണ്ടോ ഇങ്ങനെ മടക്കി, അതിനുശേഷം ലെങ്ത് വൈസ് ഇങ്ങോട്ടേക്കും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അതേ കണ്ടോ ഇവിടെ 1 2 ഇവിടെ ബാലൻസ് ക്ലോത്ത് കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ 4 പീസായിട്ട് മുറിഞ്ഞ പോർഷനാണ് ഇവിടെ വരുന്നത്. നമ്മുടെ നേർക്ക് വരുന്നത് ഈ മുറിയാത്ത ഭാഗവും കൂടിയാണ്. അപ്പോൾ നമ്മൾ തുണി മടക്കി ഇടേണ്ടത് എപ്പോഴും നമുക്ക് വേണ്ട, ഞാനിപ്പോൾ ഇവിടെ ഒരു ചുരിദാർ വെച്ച് കട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വേണ്ട ചുരിദാറിൻ്റെ താഴത്തെ ആ വിരിവനുസരിച്ചിട്ടുള്ള അളവിലാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് നമുക്ക് കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാർ എടുക്കുക. അതിനുശേഷം ഇതുപോലെ താഴെ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പിൽ, അതായത് ഈ ചുരിദാർ വെച്ചിരിക്കുന്ന തുണിയുടെ ഭാഗത്ത് നിന്നും താഴേക്ക് 1 ഇഞ്ച് കൂടി എക്സ്ട്രാ തുണി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും തുണി ഈ കണ്ടോ, ഈ ചുരിദാർ 4 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. പഴയ ചുരിദാറും ഈ തുണി മടക്കിയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കണ്ടോ ഇതേപോലെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ചുരിദാറിൻ്റെ ഇങ്ങനെ മടങ്ങി വരുന്ന ഈ പോർഷനും ഈ തുണിയുടെ ഈ പോർഷനും ഒരേപോലെ തന്നെ ഒരേ ലെവലിലായിരിക്കണം ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നിട്ടും 1 ഇഞ്ച് ഇവിടെയും നമ്മൾ 1 ഇഞ്ച് നമ്മളിവിടെ മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് ഇവിടെയും എക്സ്ട്രാ തുണി എടുക്കുക. അപ്പോൾ അത് കൃത്യം അതനുസരിച്ചിട്ട് ഞാനിവിടെ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് താഴെ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് ഇവിടെ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ നമുക്കിതിവിടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ഈ ഷോൾഡർ ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ക്ലോത്ത് മുഴുവനും വേണം എന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്താൽ മതിയേ, ലെങ്ത് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ. എന്നിട്ട് ഞാനിവിടെ ഈ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരയ്ക്കുന്നു. 1/2 ഇഞ്ച് നമുക്കിവിടെ സീം അലവൻസ് ആയിട്ടുള്ള 1/2 ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ ഇടുന്നത്. ഇവിടെ 1/2 ഇഞ്ച്, താഴെ 1 ഇഞ്ച്, അതുപോലെ തന്നെ തുണിയുടെ താഴത്തെ വിരിവിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ. ഇത്രയുമാണ് നമ്മൾ തുണിയുടെ അളവ് എടുക്കേണ്ടത്. ഇവിടെ ഈ പോർഷൻ കൃത്യമായിട്ട് തന്നെ വരികയും ചെയ്യണം. കഴുത്തിൻ്റെ കണ്ടോ, കഴുത്തിൻ്റെ അകലം ഇവിടെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. കാരണം നമ്മൾ കഴുത്ത് എപ്പോഴും ക്യാൻവാസിലായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത്, തുണിയിൽ കട്ട് ചെയ്യാറില്ല. കഴുത്തിൻ്റെ അകലം ഇവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കഴുത്തിൻ്റെ അകലത്തിൽ നിന്നും ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വേണം വരയ്ക്കാനായിട്ട്, നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനിയും കഴുത്തിൻ്റെ ഇത് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് റൗണ്ടായിട്ട് വരച്ചെടുക്കാം. ഇപ്പോൾ കഴുത്തിൻ്റെ ഷേപ്പൊക്കെ ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. ബാക്ക് കഴുത്ത്, ഫ്രണ്ട് കഴുത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നു. അതും ഇതുപോലെ തന്നെ 1/4 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കുന്നു. നമ്മളുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെയുണ്ട്, അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മാറ്റി ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഇവിടെയാണ്, 1/2 ഇഞ്ച് ഇവിടെയാണ് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് തയ്യൽ തുമ്പാണത്. ഇനി അടുത്തത് ഈ കൈക്കുഴിയുടെ ഈ പോർഷൻ, ആം ഹോളിൻ്റെ എൻഡ് പോർഷൻ, ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈനും വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ തയ്യൽ തുമ്പ് കൂടിയാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. പിന്നെ കൈ വെച്ച് മാർക്ക് ചെയ്താൽ മതി. ആദ്യം നമ്മൾ കൃത്യം തയ്യലിൽ കൂടി തന്നെ മാർക്ക് ചെയ്യുക, അതിനുശേഷം തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് തയ്യൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ പാരലായിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട മാർക്കിങ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈക്കുഴിയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈൻ വരുന്നതെന്ന് പറഞ്ഞല്ലോ. കൃത്യം കൈക്കുഴിയുടെ ആ ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് ലൈൻ എടുക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ആദ്യം ഒന്ന് ചെസ്റ്റിൻ്റെ പോർഷനിൽ നിന്നും ഇവിടെ നിന്ന് നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാം താഴേക്ക്. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത് കണ്ടോ, ഈ പോർഷൻ. അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇനി ഇവിടെ നിന്ന് താഴേക്ക് സെയിം ലൈൻ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം. ഇത് എൻഡ് പോർഷനാണ്. ഇത് തയ്യൽ തുമ്പാണ്, നമുക്ക് മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനൊരു കർവാക്കി കൂടി വരയ്ക്കുക. നമ്മൾ
ഇങ്ങനെ ഒന്ന് കർവാക്കി വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി കർവാക്കി വരയ്ക്കുക. നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനിയും ഈ കഴുത്തിൻ്റെ ഒരു പോർഷൻ, അതായത് ഫ്രണ്ട് കഴുത്ത് നമുക്ക് ക്യാൻവാസിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോവാം. ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ട് സ്റ്റിഫ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിഫിൽ ഇതുപോലെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് ഉയർത്തി മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ അകലവും ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ഈ 2 പോയിൻറ്റ്സും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്ക്വയറായിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം ഒന്നുകിൽ. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് ഇതുപോലെ തന്നെ ഈ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾ കൊടുക്കുന്ന അളവ് ചുരിദാറിൻ്റെ ഡിസൈൻ തന്നെ ഇങ്ങനെ തന്നെ കൊടുത്തു പോവുക. ഇങ്ങനെ നെക്ക് ഉയർത്തിയിട്ട് സെയിം ആയിട്ട് അതേ അളവിൽ തന്നെ ഇതുപോലെ തന്നെ കൊടുക്കാം. ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. ബാക്ക് നെക്ക് നോർമലി ക്യാൻവാസിൽ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ഇതേ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ വരച്ച മാർക്കിംഗ് ഉണ്ടല്ലോ, ഇതിനേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വീതം, തയ്യൽ തുമ്പ് വീതം എടുക്കുക. ഇത്രയും പോർഷനിൽ, അതായത് സ്ലിറ്റ് വരുന്ന ആ ഭാഗം വരെ 2 ഇഞ്ച് എടുക്കാം. സ്ലിറ്റിൻ്റെ പോർഷനിൽ ശരിക്കും 1 ഇഞ്ച് മതി. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചെസ്റ്റിൻ്റെ പോർഷനിൽ എപ്പോഴും ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം, 1.5-2 ഇഞ്ച് വേണം. സ്ലിറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ 1 ഇഞ്ചാണ് നല്ലത്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഈ ജോയിൻ ചെയ്ത് ഇതും ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. സ്ലീവ് വരച്ചത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ട ലൈനാണ്. ഇതുവരെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ വരെ. ഇനി നമുക്ക് സ്ലിറ്റ് ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് സ്ലിറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് താഴത്തെ ഈ എൻഡ് പോർഷൻ തൊട്ട് ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് വന്നാൽ മതി നമുക്ക്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. ആദ്യം 1 ഇഞ്ച് ആയിരിക്കില്ല വരുന്നത്. ഉണ്ടോ, ഈ 1 ഇഞ്ച് ഗ്യാപ്പ് തൊട്ട് താഴെ വരെ ഒരു സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ വരച്ചെടുക്കുക നമുക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത ആ പോർഷനിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഞാനിവിടെ ലൈൻ വരച്ചതിൻ്റെ തൊട്ട് ഇത്രയും കൂടി ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ കട്ട് ചെയ്തത്, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കേണ്ടത്. ആ പോർഷനിൽ ഒരു നോച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മളിത് 2 പീസായി, ഫ്രണ്ടും ബാക്കുമായ 2 പീസായി. അതുപോലെ തന്നെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. നെക്ക് കട്ട് ചെയ്യുമ്പോഴും ഇത് രണ്ടും സെപ്പറേറ്റ് ഇട്ട് തന്നെ വേണം. ഒരു പീസിൽ ബാക്ക് പീസിൽ മാത്രം ബാക്ക് പീസിൽ കട്ട് ചെയ്യുക, ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇത് ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിൽ ഒരു അല്പം കൂടി ഈ പോർഷനിൽ ഇതിൻ്റെ ഒരു പകുതി വന്നിട്ട് ഒരല്പം 1/2 ഇഞ്ചോളം ഇങ്ങോട്ടൊന്ന് കടത്തി ഇങ്ങനെ ഫ്രണ്ട് പീസിൽ മാത്രം ഇങ്ങനെ ഒന്ന് കടത്തി കട്ട് ചെയ്യുക. ഇവിടെ വരുമ്പോൾ സെയിം ആയിരിക്കണം. ഈ ഒരു പോർഷൻ മാത്രം ഞാൻ ഈ വരച്ചിരിക്കുന്നത് പോലെ 1/2 ഇഞ്ച് ഇങ്ങനെയൊന്ന് ഫ്രണ്ട് പീസിൽ ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് സ്ലീവാണ്. അപ്പം ഇതിൻ്റെ ടോപ്പ് പോർഷനാണിത്. വീതി കൂടിയ തുണിയായിരുന്നു, അതുകൊണ്ട് തന്നെ ടോപ്പ് പോർഷൻ ഇത്രയും വെക്കുക. ചെറിയ കൈയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം കൈ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ലെങ്ത് ആദ്യം നമ്മൾ കണ്ടോ ഇവിടെ ഈ പോർഷൻ ഇവിടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കടത്തി മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇത് മുകളിൽ ഇതേപോലെ തന്നെ നിൽക്കണം. കണ്ടോ, ഇതുപോലെ തന്നെ നിൽക്കണം, ചേർന്ന് തന്നെ നിൽക്കുക. എന്നിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴത്തെ ഭാഗത്ത് വന്നിട്ടും 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനിയും അതുപോലെ തന്നെ ലെങ്തിനേക്കാൾ ഒരു 1 ഇഞ്ച് നമുക്കിവിടെ മടക്കി തയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്തും കൂടി കണക്കാക്കിയിട്ട് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എക്സ്ട്രാ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇവിടെയും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഈ പോർഷൻ കണ്ടോ, നമ്മുടെ താഴത്തെ ലൂസ്, കൈയുടെ താഴത്തെ ഭാഗത്തെ വണ്ണമാണിത്. അപ്പം ഇവിടെയാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ പോർഷനിലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് ഇങ്ങനെയും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഭാഗത്തു കൂടിയാണ്. ഈ തയ്യൽ തുമ്പ് കൂടി അടക്കമുള്ള ഈ ലൈനിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുവഴിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ സ്ലീവും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇതിപ്പോൾ നമ്മളിത് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഇതുവഴിയാണ് തയ്ക്കേണ്ടത്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് തയ്ച്ചു വരേണ്ടത്. ഇല്ല
ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിട്ട് മോശമായ പഴയ ഏതെങ്കിലും ചുരിദാറിൻ്റെ ഇതുപോലെ സ്ലീവ് മാത്രം അഴിച്ചെടുക്കുക. ഇതപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക്, അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് അടക്കമാണ്, ഇതിനെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് വരച്ചെടുക്കാനും പറ്റും. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കട്ടിങ് ഒട്ടും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ശരിക്കും നമ്മൾ അളവെടുത്ത് തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒട്ടും കട്ടിങ് അറിയാൻ പാടില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഭംഗിയായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്താലും. അപ്പോൾ കട്ടിങ് അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.